കുട്ടികളും പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ടീച്ചേഴ്സും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, ഒരു 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കെങ്കിലും ടീച്ചേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിനെയും ലൈക്ക് എങ്ങനെയാണ് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടത്? ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും വിത്ത് ചിൽഡ്രൻ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യേണ്ടത്? ആൻഡ് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ ഒരു ടീനേജിലോട്ട് പോവുക, അപ്പോഴും എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി പറഞ്ഞാൽ കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലത്. അതായത് കുട്ടിയുടെ ഏജ് അനുസരിച്ച് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ആ ഒരു ഏജ് അനുസരിച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അവരുടെ ഡൗട്ട്സ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു റീസൺ കൊടുത്തു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അമ്മ നോ പറയുന്നത്, ഇതാണ് റീസൺ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോയ്സ്, അവരിപ്പം നമ്മളെല്ലാം ചെയ്തു കൊടുക്കാതെ നീ ഇത് കഴിക്കുക, നീ അതിട്, നീ ഇതിട്, അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ഭേദം ഇത് വേണോ അത് വേണോ എന്നുള്ളത് ഒരു ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അവരുടെ ഡിസിഷൻസിന് റെസ്പെക്ട് കൊടുക്കുകയാണ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് പവറും പിന്നെ അത് ചെറിയ ചെറിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുഞ്ഞുനാളിലേക്ക് കൊടുക്കാം. അപ്പൊ വലുതാകുമ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ അത് ക്യാരി ഓൺ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ അധികം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് അതിന്റെ കാര്യമില്ല ആക്ച്വലി. അതൊരു റൈറ്റ് വേ അല്ല. അപ്പൊ അതല്ലാതെ നമ്മൾ ഈ കണക്ഷൻ, ലവ് ആൻഡ് ബോണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പോയാൽ മതി. ആൻഡ് ബി ഓപ്പൺ. കുട്ടികളോടെല്ലാം ആ കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അങ്ങനെ ഒരു ഷെയിമോ ഒന്നും എന്താ പറയുക അവരിൽ വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ടീനേജ് ആകുമ്പോഴും അവർ അതേ ഇതനുസരിച്ച് പോകും. പിന്നെ എപ്പോഴും എല്ലാ ഗ്രോത്ത് ഫേസിലും കുറച്ച് ചേഞ്ചസ് വരുമല്ലോ, ഇമോഷണൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും. അപ്പോൾ അതനുസരിച്ച് ആ ട്രാൻസിഷൻ കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ കുഞ്ഞുനാളിലെ അങ്ങനെ ഒരു പാരന്റിങ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ടൊരു പ്യൂബർട്ടിയിലുള്ള ഒരു കുട്ടിയോട് പോയിട്ട് നാളെ തൊട്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കാനും ഒരു രീതിക്ക് ആ കുട്ടി ശീലിച്ചു വന്നല്ലോ. അപ്പൊ അത് പിന്നെ അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. നമ്മൾ ഈ ചെടിയെ കൊണ്ട് വളം വെച്ചിട്ട് എക്സാക്ട്ലി വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ചെയ്യണമായിരുന്നു.